മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലയളവിൽ ശബരിമലയിലെ ആകെ വരുമാനം 440 കോടി രൂപയാണ്. വരുമാനത്തിൽ മുൻകൊല്ലത്തേക്കാൾ 80 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായി എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. 53 ലക്ഷം തീർത്ഥാടകർ മല ചവിട്ടി. 2 മാസത്തിലധികം നീണ്ട തീർത്ഥാടന കാലം സമാപിച്ചപ്പോൾ പ്രതീക്ഷിച്ചതിലും വലിയ വർധനവാണ് വരുമാനത്തിലുണ്ടായത്. മണ്ഡല മകരവിളക്ക് കാലത്ത് 52.48 ലക്ഷം തീർത്ഥാടകർ ദർശനം നടത്തി. 192 കോടി രൂപയാണ് അരവണ വിൽപ്പനയിലൂടെ കിട്ടിയത്. 50 കോടിയുടെ അധിക വിൽപ്പന. കാണിക്ക ഇനത്തിൽ 126 കോടി ലഭിച്ചു. കഴിഞ്ഞ വർഷത്തേക്കാൾ 50 കോടിയുടെ വർധനവ്. ദേവസ്വം ബോർഡിന്റെ ആകെ വരുമാനം 440 കോടി രൂപ. കഴിഞ്ഞ വർഷത്തെ പോരായ്മകൾ മുൻകൂട്ടി പരിഹരിച്ചതും പരിചയസമ്പന്നരായ പോലീസുകാരെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചതും തീർത്ഥാടനം സുഗമമാക്കി. 1 മാസത്തിനുള്ളിൽ റോപ്പ് വേ പദ്ധതി നിർമ്മാണം തുടങ്ങും. പ്രായാധിക്യവും അസുഖങ്ങളുള്ള തീർത്ഥാടകരെയും റോപ്പ് വേയിൽ പോകാൻ അനുവദിക്കും. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ശബരിമലയിൽ ഡോളി നിർത്തലാക്കുമെന്നും മന്ത്രി. സന്നിധാനത്തിലേക്ക് ഇപ്പോൾ അവിടെ ചെല്ലുന്ന ഒരാൾക്ക് കാണാൻ കഴിയുന്നത് 150 കിലോ ഉള്ള ഒരാളിനെ 4 പേര് കൂടി ചുമന്നുകൊണ്ട് പോകുന്ന പഴഞ്ചൻ കാലഘട്ടത്തിൻ്റെ ഒരു അവശിഷ്ടം കാണുമ്പോൾ നമുക്കെല്ലാം മാനസികമായ ഒരു പ്രയാസമുണ്ട്. ഞാൻ ആദ്യം ചെന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്, 1 മാസത്തിനുള്ളിൽ ആ റോപ്പ് വേയുടെ നിർമ്മാണ പ്രവർത്തനത്തിന് ശിലയിടാൻ കഴിയുന്ന അഭിമാനകരമായ ഒരു സാഹചര്യം ഉണ്ടാവും എന്ന കാര്യം സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. ശബരിമല തീർത്ഥാടന സീസൺ കാലയളവിൽ വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരെ ദേവസ്വം മന്ത്രി തിരുവനന്തപുരത്ത് ആദരിച്ചു. 24 തിരുവനന്തപുരം. തോമസ് കുട്ടി കലഞ്ഞൂർ പറയുന്നു, SKN തിരുവഞ്ചൂരിൻ്റെ ആകാശപാത ഞാൻ ഇന്നലെ കോട്ടയത്ത് പോയപ്പോൾ കണ്ടു. മനസ്സ് നിറഞ്ഞോ? അത് കുറച്ചു കാലമായിട്ട് അത് വിവാദത്തിൻ്റെ നടുവിലാണ് ഈ ആകാശപാത.